ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായ അല്ലെങ്കിൽ ശക്തമായ തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾ എടുക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തിന് ഈ സമയം ഒന്ന് നിങ്ങൾ അടക്കി വെച്ച്, നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് കോർണറൊക്കെ ഒന്ന് മാറ്റി വെച്ച്, ഇമോഷൻസ് മാറ്റി വെച്ച്, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഈ സമയം നിങ്ങൾ തീരുമാനം എടുക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. പക്ഷേ നിങ്ങൾ ഈ സമയം എല്ലാം വളരെ ഹ്യൂമറസ് ആയിട്ട് കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആരെയും വേദനിപ്പിക്കാതെ, എന്നാൽ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ അവരോട് നിങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ നിലപാട് ഇവിടെ അറിയിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ആ നിലപാടിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാനും സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരാളുടെ തണൽ എനിക്ക് ആവശ്യമില്ല എന്നൊരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ തന്നെ ധാരാളമാണ് എന്നൊക്കെയുള്ളൊരു തോന്നൽ ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ വിചാരിക്കാത്ത ഒരു ആക്ഷൻ എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റായ ഒരാളിൽ നിന്നും നിങ്ങൾ വിചാരിക്കാത്ത ഒരു സമീപനം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട്. പിന്നെ ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കേണ്ട എന്നൊക്കെ. കാരണം പാസ്റ്റിൽ നിങ്ങൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്ത് പല കാര്യങ്ങൾക്കും ആക്ഷൻ എടുക്കാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പലരും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സമയം നിങ്ങൾ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഇമോഷൻസൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ തീർച്ചയായും ഇവിടെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കടുത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ മറ്റുള്ളവർക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ അവരെ ഓർക്കാറുണ്ട്. അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അത് വിഷമമാകുമോ. ഒരുപാട് സ്നേഹമായിരുന്ന ആൾക്കാരാണ് അവർ, ഒരുപാട് സഹായങ്ങൾ ചെയ്ത് തന്നിട്ടുള്ളവരാണ് എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ ആ തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറും. അപ്പോൾ പിന്മാറാൻ തുടങ്ങുമ്പോൾ ഇവർ പലപ്പോഴും നമ്മളെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു കണക്ഷൻ ഇനി തുടർന്നു പോകേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്.
എന്ത് കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലായാലും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ആരിൽ നിന്നെങ്കിലുമൊക്കെ ഒരു ഇടപെടലുണ്ടായാൽ ആ സമയം തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ സമയം നിങ്ങൾ എടുക്കുന്ന തീരുമാനം വളരെ സ്ട്രോങ് ആയിരിക്കും എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു എൻഡിങ് ആണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഡെത്ത് എന്ന് പറയുന്നത് ഒരു എൻഡിങ്ങും ഒരു പുതിയ തുടക്കവും ഒക്കെയാണ്. ഇതിനകത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ പൂർണ്ണമായും എൻഡാക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് ചിലപ്പോൾ ഒരു ഹാബിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഏതോ ഒരു ഹാബിറ്റ് നിങ്ങൾ എൻഡ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്ന ഏതെങ്കിലും ജോലികൾ നിങ്ങൾ എൻഡാക്കി ചിലപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്ന ഒരു എനർജിയും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ എൻഡാക്കി പുതിയതായി എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഇരുട്ട് മാറി സൂര്യൻ ഉദിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരു കാർമേഘം ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിലാണ് നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ഇരുട്ട് മാറ്റി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിന് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് ശരിക്കും മാജിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നും കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പ്ലാൻ പ്രാവർത്തികമാക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ്. ദീർഘകാലം മുന്നേ ഉള്ളൊരു ആഗ്രഹം സാധിക്കുമെന്ന് കാണുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ദൈവത്തോട് നിരന്തരം നന്ദി പറയുക. നമ്മളെ സഹായിക്കുന്ന എല്ലാവരോടും നന്ദി പറയുക. നമുക്ക് അറിവ് പറഞ്ഞു തരുന്നവർക്ക്, അത്തരത്തിൽ നമ്മൾ ഏത് കാര്യത്തിൽ നിന്നാണോ ഒരു നന്മ സ്വീകരിക്കുന്നത് അതിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന എല്ലാ സന്തോഷങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. നമ്മുടെ ഫുഡിന്, നമ്മളുടെ വസ്ത്രത്തിന് നമ്മൾ നന്ദി പറയുക. നമ്മൾ നന്ദി പറയുമ്പോൾ വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മൾ എന്തു കാര്യമാണോ കൂടുതൽ ചെയ്യുന്നത് ആ കാര്യങ്ങൾ കൂടുതലായും ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവിനെ നിങ്ങൾ കൂടുതലായും ഫോക്കസ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തിങ്ക് ചെയ്യുക. നിങ്ങൾ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുടനീളം മാജിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. ആ മാജിക് എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ. അതായത് പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവങ്ങൾ നമ്മളുടെ ഓർമ്മയിലുണ്ടായിരിക്കും. അന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി. അതുപോലെ അനുഭവമാണ് ഏറ്റവും വലിയ പാഠം എന്നുള്ളതാണ്. മാത്രമല്ല ഏറ്റവും വലിയ ഗുരു നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ വലിയ അനുഭവങ്ങളിലൂടെ കടന്നു പോയ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് നല്ല പാഠങ്ങളാണ്. അപ്പോൾ ഇനിയുള്ള സമയം എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ടാവാം. അബദ്ധം പറ്റിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. ആ അബദ്ധങ്ങൾ ഇനിയും ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുമെന്നുള്ളതാണ്.
നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ഈ സമയം ഒരു വിശ്വാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല, എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും മോശം എക്സ്പീരിയൻസ് കിട്ടിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർമ്മ തിരുത്തി എഴുതാനുള്ള ഒരു അറിവും ബോധവും നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ്റെ ഒരു സമയമാണ്. നിങ്ങൾ ഈ ഒരു സമയം വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള ആവശ്യങ്ങളെല്ലാം, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പാസ്റ്റിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായെങ്കിലും നിങ്ങൾ ഇമോഷണലി പാസ്റ്റിലേക്ക് പോകാതിരിക്കുക. നിങ്ങളൊരു പുതിയ പ്രതീക്ഷയിൽ കുറേ കാര്യങ്ങളൊക്കെ എൻഡ് ആയി എന്ന് വിശ്വസിക്കുക. കാരണം അത് എൻഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട്, അതുപോലെ മജീഷ്യനാണ്, ഒരു പുതിയ തുടക്കമാണ്. മാത്രമല്ല ഇവിടെ സൺ ഗാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിച്ച് പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമയമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ മറ്റുള്ളവരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സഹായത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരുന്നിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ മറ്റാൾക്കാരുടെ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് എന്നുള്ളതാണ്. നിങ്ങളത് എൻഡാക്കി. നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഇവിടെ എൻഡാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാനും പറ്റും എന്നൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിയെന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ശരിക്കും പേഴ്സണൽ ലൈഫും കരിയറും തമ്മിലൊരു ബാലൻസ് വരുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കരിയറിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇനി അത് ഉണ്ടാകരുത് എന്നുള്ള ആ ഒരു തീരുമാനം നിങ്ങൾക്കിവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ പ്രമോഷനും സ്കോളർഷിപ്പും ഒക്കെ ഈ സമയം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ശരിക്കും നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത എന്തോ ഒരു കാര്യം ഈ സമയം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. മാത്രമല്ല ഇത് നിങ്ങളുടെ മനസ്സിലൊരു ഒരു ഐഡിയ, ഈ സമയം ഒരു പുതിയ ഐഡിയ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ പുതിയൊരു കാര്യം ഇവിടെ തുടങ്ങി വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം ഒരു ബിസിനസ് സംബന്ധമായ കാര്യമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഒരു വീട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമോ അങ്ങനെയൊക്കെ ഈ സമയം നിങ്ങളുടെ പദ്ധതിയിൽ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. മാത്രമല്ല ചിലരത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. തീർത്തും ഇവിടെ ഒരു പുതിയ തുടക്കമാണ്. പല കാര്യങ്ങളും ഇവിടെ എൻഡാക്കി നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. കാരണം ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്, ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ എന്തോ ഒരു കാര്യം പുതിയതായി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ചെയ്തതിനുള്ള കർമ്മഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്തത് സത്യമാണെന്നുണ്ടെങ്കിൽ അത് എന്ത് തന്നെയായാലും അത് സത്യം, ആ ഒരു സത്യം തെളിയും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മളുടേതായ ശരികളാണ്. അതുപോലെ സത്യമെന്ന് പറയുന്നത് വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു കാര്യമാണ്, അതിന് മാറ്റമില്ല. അപ്പോൾ നിങ്ങളിലെ സത്യം ഇവിടെ തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങളിൽ സത്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്ത് ഒരു നീതി നടപ്പാക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളാണ് വിജയിച്ചിരിക്കുന്നത്, നിങ്ങൾക്കാണ് ഇവിടെ നീതി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഈ സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല, പാസ്റ്റിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും അവഗണിച്ചവരുമൊക്കെ ഈ സമയം നിങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം നിങ്ങളിലെ സത്യം അംഗീകരിക്കാൻ മറ്റുള്ളവരും നിർബന്ധിതരാകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിന് ഒരു നീതി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻഷിപ്പ് ആകാം നിങ്ങളുടേത്. എന്നാൽ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ശരിക്കും ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഈ വ്യക്തിക്ക് എവിടെ പോയാലും നിങ്ങളിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവർക്ക് അങ്ങനൊരു തോന്നൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ പാസ്റ്റിൽ വേദനിപ്പിച്ച ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വീണ്ടും വരുന്നു എന്നുള്ളതാണ്. ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ ഒരു വ്യക്തി ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഇനി മുന്നോട്ട് വേണോ അതോ ഇനി കട്ട് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. നിങ്ങൾ അത് തീരുമാനിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അത് നിങ്ങളിലേക്ക് വീണ്ടും വന്നപ്പോൾ നിങ്ങൾ വീണ്ടും ചിന്തിക്കുന്നുണ്ട്, ഇതിനി മുന്നോട്ട് വേണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ സോൾ കണക്ഷനുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരുന്നതുമായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുമെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിതച്ചത് കൊയ്യും എന്ന് പറയുന്ന ഒരു സമയമാണ് ഇത്. നമ്മൾ എന്താണോ ചെയ്തത് ആ ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ്. ഭാഗ്യവും പിന്നെ ദൈവാധീനവും ഒക്കെ ഉള്ളൊരു സമയമാണ്. എന്തു പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റുന്ന ഒരു എനർജി കൂടിയാണ് ഇത്. അപ്പോൾ ലക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ഭാഗത്താണ് എന്നാണ്. വളരെ ഭാഗ്യം ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ സമയം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി നിങ്ങൾക്കൊന്നിരിക്കാൻ തോന്നാം, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളോടൊപ്പം ഇരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർ പുതിയ പെറ്റ്സിനെയൊക്കെ വാങ്ങിക്കുന്ന ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ കുറേ നാളുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതാവാം ഇത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ പെറ്റ്സിന് തീറ്റയൊക്കെ കൊടുത്ത് അവരോടൊപ്പം ഇരിക്കുന്ന ഒരു സമയമാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ സമയം മറ്റുള്ളവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ആളുകൾക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാകും, അവർക്കൊരു അട്രാക്ഷനൊക്കെ തോന്നും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നത്തെക്കാട്ടിലും ഒരു പ്രത്യേക ഭംഗിയൊക്കെ മുഖത്ത് തോന്നാം. നിങ്ങളുടെ സംസാര രീതി നല്ലതാണെന്നൊക്കെ ചിലപ്പോൾ മറ്റാരെങ്കിലും നിങ്ങളോട് വന്ന് പറയാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളോട് കൂടുതൽ അടുക്കാനും നിങ്ങളുടെ അടുക്കലിരിക്കാനും സംസാരിക്കാനും ഒക്കെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് വരാൻ കുറേ ആളുകൾ ആഗ്രഹിക്കും എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിൽ നിങ്ങളുണ്ടായിരുന്നതിനേക്കാളും ഫിസിക്കലി നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് അഫർമേഷനൊക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ്, അതായത് ഇപ്പോൾ നമുക്കൊരു ചെറിയ പൈസയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിലും അതിന് നമ്മളെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടെ സെൽഫ് കെയർ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. നിങ്ങളുടെ അപ്പിയറൻസിലൊക്കെ മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചാരിയറ്റാണ്, വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. നമ്മൾ ചില സാഹചര്യത്തിൽ നമ്മുടെ ബുദ്ധിയൊക്കെ മാറ്റിയിട്ട് ഹൃദയം കൊണ്ട് മാത്രം തീരുമാനമെടുക്കും. പക്ഷേ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളെ പലരും മുതലെടുക്കും. എന്നാൽ നമ്മൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ പല ആൾക്കാരെയും നമ്മൾ വേദനിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ വിഷമിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയും ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. അതിനുള്ള ഒരു ശ്രമം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. രണ്ടും ഈക്വൽ ആയിരിക്കണം, അല്ലാതെ ഒന്ന് കൂടുതലും ഒന്ന് കുറവുമാകുമ്പോൾ അവിടെ ബാലൻസ് ഇല്ലാതെ വരും. അപ്പോൾ നമ്മളെ മറ്റുള്ളവർ മുതലെടുക്കും. എന്നാൽ ഈ സമയം നിങ്ങൾ വളരെ കാമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ പുറത്തറിയിക്കാതെ എന്നാൽ നല്ല തന്ത്രപരമായി ഈ സമയം നിൽക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ചാരിയറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു വിജയമുണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സത്യം എന്താണ് എങ്കിലും അത് നിങ്ങൾ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അതിൽ നിങ്ങൾ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഒരുപാട് സന്തോഷവും വിക്ടറിയും ഒക്കെ ഉള്ള സമയമാണ്. നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടോ അതിനൊരു നന്മ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് വിക്ടറിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരുപാട് അനുഭവങ്ങൾ ദൈവം തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കുറേ ആൾക്കാർക്ക് ഇതിലൊരു ട്രാവലിൻ്റെ എനർജി കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന, നിങ്ങളെ തള്ളിപ്പറഞ്ഞവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കുവാനുള്ള ഒരു അവസരം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. ഇവിടെ ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പോൾ പ്രപഞ്ചശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നീതി നടപ്പാക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഈ സമയം നിങ്ങൾ ജീവിതത്തിൽ എത്രമാത്രം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള ഫലം ദൈവം തരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്.
പിന്നെ ഇവിടെ ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, അത് പൈസയായിരിക്കാം. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടത്, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയ എല്ലാ കാര്യങ്ങളും വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ല ഡ്രസ്സായിരിക്കാം, നല്ല വീടോ നല്ല വാഹനമോ, അങ്ങനെ എന്താണെങ്കിൽ പോലും അത് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം ആണ് കാണുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതുമാവാം. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ കുറേ ആൾക്കാർ അതിനു വേണ്ടിയൊക്കെ പ്രയത്നിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടാത്ത ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഇത്. അതുമാത്രമല്ല, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ മറികടന്ന് നിങ്ങൾക്കൊന്ന് സന്തോഷിക്കാൻ നിങ്ങൾ ശ്രമിക്കും എന്നാണ്. ഒരു പ്രൗഢിയോടെ നിങ്ങൾ ഇരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു എനർജിയാണ്. നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ കൂടിയുള്ള ഒരു സമയമാണ്. പിന്നെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന ഒരു കാര്യത്തിനുള്ള റിവാർഡ് ഈ സമയം കിട്ടുന്നുവെന്നും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ഈ സമയം നിങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.